ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മോഡുലാർ കിച്ചൺ അല്ലെങ്കിൽ നോർമലി ഒരു വീട്ടിൽ കിച്ചൺ ചെയ്യുമ്പോൾ വർക്ക് ട്രയാങ്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? കിച്ചൺ വർക്ക് ട്രയാങ്കിൾ. കിച്ചൺ പ്രൊഫഷണലായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ നോക്കാറുള്ള ഒരു ടിപ്പാണത്. അതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ ഈ വർക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് ശരിക്ക് വരാന്നുണ്ടെങ്കിൽ സിങ്ക് സ്റ്റവ് ഫ്രിഡ്ജ് മൂന്നിൻ്റെയും ഐഡിയൽ പൊസിഷനാണ്. ഈ മൂന്ന് കാര്യങ്ങളും ക്കുള്ള ദൂരം ഒരു പരിധി വിട്ട് കൂടാനും പാടില്ല, ഒരു പരിധി വിട്ട് കുറയാനും പാടില്ല. അത് ഏകദേശം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കണം. ഇവിടെ ഫ്രിഡ്ജ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റവ് ഇരിക്കുക, അതായത് ഇവിടെ സിങ്ക് ഇരിക്കുക. അങ്ങനെ അത് കിച്ചൻ്റെ ഏത് ഭാഗത്തേക്കാണോ തിരിയുന്നത് അനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ ഈ കിച്ചൺ വർക്ക് ട്രയാങ്കിൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന ടാസ്കുകൾ കുറേ അധികം നേരം കിച്ചണിലൊക്കെ ചിലവഴിക്കുന്ന ആൾക്കാരാണ്. ആ ടാസ്കുകളൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് ഒരു ഫ്ലോയിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് കുക്കിംഗ് ടൈം സേവ് ചെയ്യാൻ പറ്റും, പിന്നെ എഫേർട്ട് കുറയും, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് കിച്ചൺ ഡിസൈൻ ചെയ്യും. നമ്മൾ ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. കിച്ചണിൽ വെച്ചിട്ട് ശരിക്കും ടെൻഷനല്ല വേണ്ടത്. കിച്ചണിൽ നമ്മളൊരു കുറച്ചുകൂടി നമ്മൾ പോസിറ്റീവ് ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കിച്ചൺ ട്രയാങ്കിൾ നോക്കിയിട്ട് മസ്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ഡിസൈൻ ചെയ്യണം. പിന്നെ ഒരു കിച്ചൺ വർക്ക് ട്രയാങ്കിളിൻ്റെ ഒരു ഫ്രീ ഗൈഡ്, നിങ്ങൾക്ക് കിച്ചൺ വർക്ക് ട്രയാങ്കിൾ എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഫ്രീ ഗൈഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിച്ചൺ കൊണ്ട് താഴെ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് ഞാനത് അയച്ചുതരാം. അത് വെച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ടാവും. ഡൗൺലോഡ് ആയിട്ടുള്ള PDF ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കിച്ചൻ്റെ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കിച്ചൺ മോഡുലാർ കിച്ചൺ സീരീസിൽ വരുന്ന ഒരു പാർട്ടാണ്. ഇനിയും കിച്ചനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും വർക്ക് ചെയ്യാനോ ഇനി ഭാവിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. താങ്ക് യു.